നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 666 666. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 666. ഇപ്പോൾ 163 സർഗം സുദക്ഷിണൻ്റെ ആഭിചാരം. അതിൽ 17ാമത്തെ ശ്ലോകമാണ് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് എപ്പിസോഡിൽ. അതായത് തിരിഞ്ഞു പുഞ്ചിരി പൊഴിച്ചരുൾ ചെയ്തു മഹാപ്രഭു, രക്ഷിച്ചു കൊള്ളാം പേടിക്കായക ഒരാളും അതു കണ്ട് ഇനി. അതായത് ഈ സുദക്ഷിണൻ്റെ ആഭിചാര പ്രയോഗത്തിൽ നിന്ന് പുറപ്പെട്ട ഒരു എന്താണെന്നാ പറയുക, ഒരു രാക്ഷസീയ സ്വഭാവമുള്ളൊരു രൂപം ദ്വാരകയെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. അതിനെ കണ്ടിട്ട് രക്ഷിക്കണേ എന്ന് ശ്രീകൃഷ്ണ ഭഗവാനോട് പറഞ്ഞു. അതിന് മറുപടിയായിട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ഇനി എന്താ ഉണ്ടാവണത്? 18ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. സർവജ്ഞൻ അരികൾ കാത്തു നിൽക്കും ചക്രത്തോട് ഈ വിധം കൽപ്പിച്ചാൻ. ഭഗവാന്റെ അടുത്ത് സുദർശനം അടുത്തിങ്ങനെ നിൽക്കണം എന്ന് പറഞ്ഞാൽ കയ്യിൽ മാത്രമല്ല, സുദർശനന് ഒരു ആളിൻ്റെ രൂപം എടുത്തിട്ട് നിൽക്കാനും അറിയാം. ഇതാണ് ദൈവിക പ്രതിഭാസം. സർവജ്ഞൻ അരികിൽ കാത്തു നിൽക്കും ചക്രത്തോട് ഈ വിധം കൽപ്പിച്ചാൻ. വേണ്ടത് ഓർത്ത് എല്ലാം ചെയ്തു കൊള്ളുക. എന്നോടൊന്നും ചോദിക്കണ്ട. വേണ്ടത് ഓർത്ത് ചെയ്തു കൊള്ളുക, എല്ലാം ചെയ്തു കൊള്ളുക. സുദർശനം ഉച്ചണ്ട സൂര്യനേക്കാളും ഉജ്ജ്വലിച്ചൊന്നു നോക്കവേ. സുദർശനനൊന്ന് നോക്കി. എങ്ങനെ? ഉച്ചണ്ട സൂര്യനേക്കാളും, ഉച്ചയ്ക്ക് 12 മണിക്ക് തീക്ഷ്ണമായ സൂര്യൻ എങ്ങനെയാണോ അതിനേക്കാളും ഉജ്ജ്വലിച്ചൊന്ന് നോക്കവേ തിരിഞ്ഞു നോക്കാതെ ഓടിച്ചെന്ന് ആഭിചാരാഗ്നി വിധൃതം. ആ ആഭിചാരാഗ്നി ഒരു ഭൂഗോളം ഒരു അഗ്നിഗോളം മാതിരി ഉള്ളത് ദഹിപ്പിച്ചാനയച്ചോരെ തന്നെ ഓർക്കാതെ ആ വിധം. സുദക്ഷിണനാണല്ലോ അയച്ചത്, അയാൾ തന്നെ പോയി ദഹിപ്പിച്ചു. ഇതാണ് മലന്ന് കിടന്ന് തുപ്പിയാൽ മാറത്ത് എന്ന് പറയും. വാളെടുത്തവൻ വാളാൽ എന്നും പറയും. ഇതൊക്കെ വെറുതെ പറയണതല്ല. ഞാൻ 100% കൺവിൻസ്ഡാണ് ജീവിതത്തിൽ. ഈ ഭാഗവതത്തിൻ്റെ ശക്തി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നെ ക്ലോസ് ആംഗിളിൽ അറിയണവർക്കും അറിയാം. അത് ഞാൻ നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കണു. ഒരു ചെറിയൊരു ഉദ്യമം മാത്രം. ജന്മാന്തരേ ലഭ്യ പുണ്യം നിങ്ങൾക്ക് സമയമായി വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും, അത്രയേ ഉള്ളൂ. എനിക്ക് വേറൊന്നും ഇതിൽ ആരെയും ഒന്നിനും കമ്പൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ തുറന്ന മനസ്സോടു കൂടിയിട്ട് ഞാൻ പറയണു, ഞാൻ എങ്ങനെ ജീവിതം ആസ്വദിക്കണു പോസിറ്റീവായിട്ട്. അത് നിങ്ങൾക്കും പറ്റും ശ്രദ്ധിച്ചാൽ. അതുകൊണ്ടാണ് പറഞ്ഞത് ദഹിപ്പിച്ചാനയച്ചോരെ തന്നെ ഓർക്കാതെ ആവിധം തങ്ങൾ ചെയ്തുള്ള പാപത്താൽ തങ്ങൾ താൻ വെന്തു സർവരും. ഇവിടെ നമ്മൾ ഗ്രഹപീഡ പറഞ്ഞ ഒന്നുമില്ല. അത് നമ്മുടെ മനസ്സിൻ്റെ വിഭ്രാന്തിയാണ് ഗ്രഹപീഡ. ഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നത് ഈശ്വരനാണ്. ആ ഈശ്വരൻ ചൈതന്യവത്തായിട്ട് എൻ്റെയും നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈശ്വരൻ ബാലാഗ്രശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ എന്ന പ്രമാണത്തിൽ നമ്മുടെ ഉള്ളിലുണ്ട്. ഞാൻ അഹം ബ്രഹ്മാസ്മിയാണ്, തത്വമസിയാണ്, അയമേവ ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യം എളുപ്പമായി.
അതുകൊണ്ടാണ് പെട്ടെന്നു ഭക്തർ നിറയും കാശി നഗരമൊക്കെയും ദഹിപ്പിച്ചാൻ ഈശ്വരേച്ഛ അറിഞ്ഞിടും സുദർശനം. പെട്ടെന്ന് അഭക്തർ എന്നാണ്, പെട്ടെന്ന് അഭക്തർ നിറയും കാശി നഗരം. ഇപ്പം നമ്മുടെയൊക്കെ വിചാരം എന്താ? കാശി പോയാൽ മോക്ഷം കിട്ടും. ആർക്കാ മോക്ഷം കിട്ടുക? നിർമ്മല മനസ്സുള്ളവർക്ക്. നിർമ്മല മനസ്സുള്ളവർക്ക് എവിടെയാണെങ്കിലും മോക്ഷം കിട്ടും. പിന്നെ കാശി എന്തുകൊണ്ട് പറഞ്ഞു? പ്ലെയിനിൽ പോയിട്ടും വണ്ടിയിൽ പോയിട്ടും സുഖസൗകര്യത്തോടു കൂടി അടുത്തുള്ള ഹോട്ടലിൽ താമസിച്ചിട്ട് ഗൗരി ശങ്കരനെ, കാശി വിശ്വനാഥ സ്വാമീനെ തൊഴുതിട്ട് യാതൊരു കാര്യമില്ല. എല്ലാവിധ ഉപവാസ ക്രമീകരണങ്ങളോടും കൂടി ഇന്ദ്രിയങ്ങളെ ജയിച്ച്, പഞ്ചേന്ദ്രിയങ്ങളെ ജയിക്കണം. അല്ലാണ്ട് ഓടിപ്പോയ മോക്ഷം കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ കാശിയിൽ വാരണാസിയിൽ മുങ്ങിക്കുളിക്കുന്ന അല്ലെങ്കിൽ മുക്കുവന്മാർക്കൊക്കെ മോക്ഷം കിട്ടണ്ടേ? ഇല്ല. എനിക്ക് നിങ്ങളെ പറഞ്ഞ് പറ്റിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. പെട്ടെന്ന് അഭക്തർ നിറയും കാശി നഗരം. കാരണം ഭക്തന്മാരാണെങ്കിൽ ഈ സുദർശനം വേവിക്കില്ല, പൊള്ളിക്കില്ല. പെട്ടെന്ന് ഭക്തർ നിറയും കാശി നഗരമൊക്കെയും ദഹിപ്പിച്ചാൻ ഈശ്വരേശ്വര അറിഞ്ഞിടും സുദർശനം. വെണ്ണോർക്ക് സംഭ്രാന്തി വളർത്തും ശ്ലോകനെഴും പാവനം ഈ ചരിത്രം. പാടിയിടിലും കേൾക്കിലും ജനങ്ങൾ പാപങ്ങൾ നീങ്ങി തെളിയും ക്ഷണത്തിൽ. ഗ്യാരണ്ടിക്ക് മേലെ ഗ്യാരണ്ടി. എന്താ? വെണ്ണോർക്ക് സംഭ്രാന്തി വളർത്ത പുണ്യശ്ലോകനെഴും പാവനം ഈ ചരിത്രം. ഈ ചരിത്രം പരിപാവനമാണ്. പുണ്യശ്ലോകന് പാടിയിടിലും കേൾക്കുകിലും ജനങ്ങൾ പാപങ്ങൾ നീങ്ങി തെളിയും ക്ഷണത്തിൽ. ഇതി ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ 63 സർഗഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അത് കഴിഞ്ഞ് ഉടനെ 164 സർഗം നമ്മൾ തുടങ്ങണം. ദ്വിവിധപദം. ഈ ദ്വിവിധൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 2 തരത്തിൽ പെരുമാറുന്നവൻ എന്നർത്ഥം. 2 വിധത്തിൽ പെരുമാറരുത്, ഒരു വിധത്തിലേ പെരുമാറാൻ പാടുള്ളൂ. ഇപ്പോൾ രാഷ്ട്രീയത്തിലൊക്കെ നോക്കിയിട്ടുണ്ടോ? ഇന്നലെ വൈകുന്നേരം വരെ ഏത് രാഷ്ട്രീയ പാർട്ടീനെ ചീത്ത വിളിച്ചോ, ഇന്ന് നേരം മളിച്ചായാൽ ആ രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് ഇന്നലെ വരെ ഉണ്ടായ രാഷ്ട്രീയ പാർട്ടിക്കാരെ ചീത്ത വിളിക്കും. എല്ലാവരും ഒരുപോലെ കേട്ടോ, ഞാൻ അതുമുള്ള പറയാം. പക്ഷെ ഇവിടെ നമ്മൾ അവശ്യം മനസ്സിലാക്കേണ്ടത്, ഒരു കാലത്ത് നമ്മൾ ഓരോരുത്തരും വളർന്നു വന്ന സാഹചര്യങ്ങൾ എൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ സ്റ്റുപ്പൻഡുവസ് എന്നൊക്കെ പറയും. അതായത് ഒരു പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ. രാഷ്ട്രബോധമില്ലാത്ത രാഷ്ട്രീയം നിലനിൽക്കില്ല. രാഷ്ട്രബോധം ഫസ്റ്റ്. ഒരു കൂട്ടം ആൾക്കാരെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അവർ ഭരിച്ച് തീരണ വരെ നമ്മൾ കാത്തിരിക്കണം. അപ്പോൾ 365 ദിവസം രാഷ്ട്രബോധമുള്ളവൻ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് അവൻ തീരുമാനിക്കും. അവൻ വേറൊരാളോട് പറയേണ്ട ആവശ്യമില്ല. വേറൊരാൾ ഭ്രമിപ്പിച്ചത് കൊണ്ട് അവൻ മാറി വോട്ട് ചെയ്യൂല. അവൻ വിവരങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്തത് തെറ്റാണെങ്കിൽ ഇനി ആ പാർട്ടിക്ക് വോട്ട് ചെയ്യില്ല എന്ന് മാത്രം. മനസ്സിലായില്ലേ? ഞാൻ രാഷ്ട്രീയം പറഞ്ഞതല്ല, രാഷ്ട്രബോധത്തിൻ്റെ ഗഹനത മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതെന്ന് മാത്രം. അതുകൊണ്ടാണ് വീണ്ടും ചോദിച്ചു മതിമാൻ വിഷ്ണുരാധൻ തെളിഞ്ഞുടൻ. ഉടനെ പരീക്ഷിത് മഹാരാജാവ് ശുഖബ്രഹ്മർഷി ചോദിക്കണു. വീണ്ടും ചോദിച്ചു മതിമാൻ വിഷ്ണുരാധൻ തെളിഞ്ഞുടൻ. അത്ഭുതം തന്നെ രാമൻ്റെ ചരിതങ്ങളും എത്രയും. ശ്രീകൃഷ്ണൻ്റെ മാത്രമല്ല, ബലരാമൻ്റെ ചരിതങ്ങളും വളരെയധികം ആശ്ചര്യജനകമാണ്. കുളിപ്പിപ്പതിന്നിങ്ങോട്ടാർ വരുത്തും നദിയേ സ്വയം. കുളിപ്പിപ്പതിന് ഇങ്ങോട്ടാർ വരുത്തും നദിയേ സ്വയം. അങ്ങക്ക് കുളിക്കണം എന്നുണ്ടെങ്കിൽ
അങ്ങയുടെ അടുത്തേക്ക് നദി പോയിട്ടില്ലെങ്കിൽ നദീനെ വരുത്താൻ അറിയണ ആളാണ് ബലരാമൻ. അത് നദിക്ക് ആദ്യം മനസ്സിലായില്ല, കാളിന്തിക്ക്. അപ്പോൾ കുളം പറയും, എന്നിലെ വെള്ളം ആശ്വസിക്കണമെങ്കിൽ ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വരണം. നദി പറയും, എന്നിൽ താല്പര്യമുള്ളവരടുത്തേക്ക് ഞാൻ ചെല്ലുന്നു. പക്ഷെ ഇവിടെ ബലരാമൻ ഒരു ഭാഗത്ത് ഇരുന്നിട്ട് പറയാണ്, കാളിന്തി ഇവിടെ വാ. പോയില്ല. കൊളുത്തി വലിച്ചു. അതാണ് ശരിയായത്, കൊളുത്തി വലിച്ചു. അതുകൊണ്ടാണ് അത്ഭുതം തന്നെ രാമൻ്റെ ചരിതങ്ങളും എത്രയും കുളിപ്പതിന്നിങ്ങോട്ട് ആർ വരുത്തും നദിയെ സ്വയം. അമ്പാടിയിങ്കൽ അദ്ദേഹം വാഴും കാലത്തിലല്ലയോ പൗണ്ഡ്രകൻ വിഷ്ണു സാരൂപ്യമാർന്നതും മറ്റും ആവിധം അനന്തമൂർത്തിതൻ പുണ്യചരിതം കൗതുകാവഹം. വളരെയധികം ആശ്ചര്യജനകമാണ്. പൗണ്ഡ്രകൻ വിഷ്ണു സാരൂപ്യമാർന്നതും മറ്റും ആവിധം അനന്തമൂർത്തിതൻ പുണ്യചരിതം കൗതുകാവഹം. ഒന്നു രണ്ടെങ്കിലും ചൊല്ലി കേൾപ്പാനുണ്ടാഗ്രഹം പ്രഭു. പരീക്ഷിത്ത് ശുഖബ്രഹ്മേശ്വർ പറയാണ്, 1-2 കഥകൾ ബലരാമൻ്റെ ഔത്സുക്യത്തിനെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ബലരാമൻ്റെ വീരപരാക്രമങ്ങളെ കാണിക്കുന്നത് പറഞ്ഞു തന്നാൽ തർക്കടില്ല എന്ന് പറയാണ്. 1-2 ചൊല്ലി കേൾപ്പാനുണ്ടാഗ്രഹം പ്രഭു. ബ്രഹ്മർഷി അരുളി ചെയ്താൻ കേൾക്കൂ ഭക്താവതം സമേ. ശുഖബ്രഹ്മർഷി പറഞ്ഞു കൊടുത്തു, കേട്ടോളൂ. ഭക്താവതം സമേ, ഭക്തന്മാരിൽ ഹംസമായിട്ടുള്ളവനെ. നരകാസുരനുണ്ട് ഉറ്റ ചങ്ങാതിയൊരു വാനരൻ. നരകാസുരൻ ശ്രീകൃഷ്ണന് വിഷ്ണുവിന് ഭൂമിദേവിയിൽ ഉണ്ടായവൻ എന്നർത്ഥം. അതാണ് നരകാസുരൻ. പിന്നെ ഏതവതാരത്തിലെ പന്നി ആയിട്ട് അവതരിച്ചില്ലേ? വരാഹാവതാരത്തിൽ ഈ വാമനൻ വരാഹം ഇടയ്ക്ക് മാറിപ്പോവാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നുണ്ട്, സാരമില്ല. നരകാസുരൻ ഉണ്ട് ഉറ്റ ചങ്ങാതി ഒരു വാനരൻ സുഗ്രീവ മന്ത്രി മൈന്ദൻ്റെ സഹജൻ ദിവിതാഹ്വയൻ. ദിവിതൻ എന്നാണ് അയാളുടെ പേര്. മൈന്ദൻ വേറൊരു മന്ത്രി, സഹജൻ ഒപ്പുള്ള ആൾ. രാമായണത്തിൽ അത്യന്തം പുകൾ പൂണ്ട കവീശ്വരൻ. രാമായണത്തിൽ അത്യന്തം പേര് കേട്ടിട്ടുള്ള പ്രമാണിയാണ് കപീശ്വരൻ. ചോരത്തിളപ്പാൽ ഉൾക്കാമ്പിലൊട്ടേറെ മതമാർന്നവൻ. രജോ ഗുണപ്രധാനിയാണ് അദ്ദേഹം. അത് കാരണം ഉള്ളിൽ അഹങ്കാരം കൂടും അദ്ദേഹത്തിന്. ചോരത്തിളപ്പാൽ ഉൾക്കാമ്പിലൊട്ടേറെ മതമാർന്നവൻ. അനാദരം ലക്ഷ്മണങ്കൽ പോലും ഉണ്ടാക കാരണം. അനാദരം ആദരിക്കാൻ്റെ, അതായത് ശ്രീരാമനോട് ആദരവുണ്ട്, പക്ഷേ സംഘർഷണമൂർത്തിയായ ലക്ഷ്മണകുമാരനിൽ ചിലപ്പോൾ അനാദരം കാണിക്കുക അയാൾ. അപ്പോൾ ശ്രീരാമൻ സാരമില്ല, സഹിക്കും. കാരണം എന്താ, ഋഷീശ്വരന്മാരും ദേവന്മാരും ആണ് ഈ വാനരന്മാർ. അപ്പോൾ ഭഗവാനോട് പറയാണ്, ഞങ്ങൾക്ക് അങ്ങയെ ക്ലോസ് ആംഗിളിൽ പരിചരിക്കാനുള്ള സന്ദർഭം വേണമെന്ന് ദേവന്മാരും മുനീശ്വരന്മാരും ഋഷീശ്വരന്മാരൊക്കെ പറഞ്ഞു, ശരി, ഞാനിങ്ങനെ ശ്രീരാമനായിട്ട് അവതാരം ചെയ്യുന്നുണ്ട് ത്രേതായുഗത്തിൽ. അപ്പോൾ നിങ്ങളൊക്കെ കവീന്ദ്രന്മാരായിട്ട്, കവികളായിട്ട്, വാനരന്മാരായിട്ട് വരും എന്ന് പറയണ്ടായി. അപ്പോൾ അതുമാത്രമല്ല, കഥയിൽ കൂടെ ജാനകി ദേവിയെ തെരഞ്ഞുപിടിച്ച് കൊണ്ടുവരുന്നതും രാമരാവണ യുദ്ധത്തിൽ രാമൻ്റെ ഒപ്പം നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ ഒരു പ്രധാനി എന്തെങ്കിലും ദുർനടവുകൾ ചെയ്തു വിചാരിച്ചാൽ അയാളെ ശിക്ഷിച്ചാൽ അത് എല്ലാവർക്കും ബാധകമാവും. ആ ഒരു ക്രമക്കേട് വരുത്തരുത് എന്നുള്ള വാശിയിൽ ഭഗവാൻ അയാളെ ശിക്ഷിച്ചില്ല. മാത്രമല്ല,
ഭഗവാന് ശിക്ഷിക്കാനുള്ള അർഹത അയാൾക്കില്ലേനി. എന്താണ് സംഘർഷണനെ കൊണ്ട് തന്നെ അത് ചെയ്യിക്കാം എന്ന് പറഞ്ഞിട്ട് ദ്വാപരയുഗത്തിലേക്ക് മാറ്റിവെച്ചു. ഇതാണ് കഥ. അതാണ് അപ്പോൾ പറഞ്ഞു, നരകാസരനുണ്ട് ഉറ്റ ചങ്ങാതി ഒരു വാനരൻ സുഗ്രീവ മന്ത്രി മൈന്ദൻ്റെ സഹജൻ ദ്വിവിധാഹ്വയൻ രാമായണത്തിൽ അത്യന്തം പുകൾ പൂണ്ട കവീശ്വരൻ ചോരത്തിളപ്പാലുൾക്കാമ്പിലൊട്ടേറെ മതമാർദ്ദവൻ അനാദരം ലക്ഷ്മണങ്കൽ പോലും ഉണ്ടാക കാരണം അവിശ്വാസവും അന്യൻ്റെ ദോഷം നോക്കുന്ന ശീലവും. എന്താണ് ഈ പിന്നെ ദ്വിവിധൻ്റെ നെഗറ്റീവ് ക്വാളിറ്റി? അനാദരം ലക്ഷ്മണങ്കൽ, പിന്നെയോ അവിശ്വാസവും, അന്യനെ വിശ്വസിക്കില്ല ആൾ, അവിശ്വാസവും അന്യൻ്റെ ദോഷം നോക്കുന്ന ശീലവും, ദുസ്സംഗവും. എന്താ ദുസ്സംഗം? ദുഷ്ടന്മാരോട് സംഘം. അതെങ്ങനെ ചോദിച്ചാൽ, ഒരു സ്ഥലത്ത് വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്, രാവിലെ മുതൽ രാത്രി വരെ ശ്രീരാമപക്ഷത്ത് നിന്നിട്ട് രാവണൻ്റെ രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യും. വൈകുന്നേരമായാൽ പുലർച്ചെ ആവണ വരെ മൂപ്പര് വേഷം മാറിയിട്ട്, അതായത് ഒരു രാക്ഷസൻ്റെ വേഷം കെട്ടിയിട്ട് അവരുടെ ഒപ്പം ചേരും. എന്നിട്ട് കള്ളുകൂടി മധുപാനം സ്ത്രീസേവ ഒക്കെ ഇങ്ങനെ ചെയ്യും. ഇത് ചാരന്മാർ മുഖാന്തരം ശ്രീരാമചന്ദ്രസ്വാമി മനസ്സിലാക്കി. പക്ഷേ ശ്രീരാമചന്ദ്രസ്വാമി ഈ നല്ല ആഹാരം കഴിക്കുമ്പോൾ കല്ല് കടിച്ചാൽ മോശമല്ലേ? അതേപോലെ ഈ കല്ലുകടി സാരമില്ല, നമുക്ക് വേറൊരു സമയത്തേക്ക് മാറ്റാമെന്ന് വിചാരിച്ച് സമാധാനിപ്പിച്ചു എല്ലാവരെയും. അതാണ് കഥ. അപ്പോൾ പറഞ്ഞു, അവിശ്വാസവും അന്യൻ്റെ ദോഷം നോക്കുന്ന ശീലവും ദുസ്സംഗവും എന്ന ആ മട്ട എത്രയും മതികെട്ടുടൻ മനസ്സ് ഉറപ്പിച്ചു. ചങ്ങാതിയാം നരകനെ കൊന്നതിൻ പകപോക്കുവാൻ. അപ്പോൾ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചു, അതിൻ്റെ പകപോക്കുവാൻ പല വിധത്തിലും പാപം ചെയ്തു വന്നാൻ കവീശ്വരൻ. പുരങ്ങളിൽ കൊള്ളിവെച്ചും സാധുജനങ്ങളുടെ ഗൃഹങ്ങളെ കൊള്ളിവെക്കുക, തീ വയ്ക്കുക. പൂന്തോപ്പുകൾ തകർത്തിയും പുണ്യാത്മാക്കളിൽ വിദ്രോഹം ചെയ്തു കൊണ്ടു നടക്കവേ. പുണ്യാത്മാക്കളെ വിഷമിക്കുക, ഋഷീശ്വരന്മാരേനൊക്കെ ബുദ്ധിമുട്ടിക്കുക. കേട്ടാൻ ഗീതം രൈവതക പർവ്വതത്തിൽ മനോഹരം. രൈവത പർവ്വതത്തിൽ നിന്നൊരു നല്ല സംഗീതം കേട്ടു. ആരെ? ദ്വിവിധൻ. എന്താ സംഗതി? അവിടെ രൈവത വനത്തിൽ, കാട്ടിൽ സാക്ഷാൽ ബലരാമസ്വാമി ഗോപസ്ത്രീകളോടുകൂടി എന്താ പറയുക, മധുപാനം ചെയ്ത് കേളി നിർത്തുകയാണ്. പരമശയിലെ ചെന്ന് നോക്കിയിടവേ കണ്ടാൻ മഹാനാം ബലരാമനെ. അവിടെ പോയി സംഗീതം വരുന്ന ദിശയിൽ കൂടെ എത്തി. അവിടെ വന്നപ്പോൾ ചെന്നു നോക്കിയിടവേ കണ്ടാൻ മഹാനാം ബലരാമനെ വാരുണി സേവയാൽ കണ്ണുകലങ്ങിയ മനോജ്ഞനെ. കണ്ണൊക്കെ ഇങ്ങനെ ചോന്നിട്ടുണ്ട്. മാരുതി അല്ല, വാരുണി സേവയാൽ, വാരുണി എന്ന മദ്യം സേവിച്ച് പൂമാലയും കുറിക്കൂട്ടും അണിഞ്ഞ യദുപുങ്കവൻ. പൂമാലയും കുറിക്കൂട്ടും അണിഞ്ഞ യദുപുങ്കവൻ മൈക്കണ്ണിമാർദ്ദൻ മധ്യത്തിൽ പാട്ടുപാടിയിരിപ്പതായി. ധാരാളം ദേവസ്ത്രീകളോടൊപ്പം പാട്ടുപാടി രസിക്കണം അദ്ദേഹം. വിശാലമായി വിളങ്ങിയിടും വിണ്ണിൽ വെൺതിങ്കൾ പോലവേ. ഒരു ഉപമയാണത്. വിശാലമായി വിളങ്ങിയിടും വിണ്ണിൽ, ആകാശത്തിൻ്റെ പരപ്പ് അനുമാനിക്കാൻ പറ്റില്ല. വെണ്ണിൽ വെൺതിങ്കൾ പോലവേ ഐരാവതം മതം പൊട്ടി നിലകൊള്ളുവതുപോലവേ. അടുപ്പാനാർക്കുമാവാത്ത വിധത്തിൽ വിലസുന്നതായി. അടുക്കാൻ പറ്റില്ല അങ്ങോട്ട്. ആരത്? സംഘർഷണമൂർത്തിയാണ്.
അടുപ്പാൻ ആർക്കും ആവാത്ത വിധത്തിൽ വിലസുന്നതായി പണ്ടെങ്ങോ കണ്ടതോർത്തേതും തെളിഞ്ഞിടായെങ്കിലും കവി. പണ്ട് ഇവിടെ കണ്ടിട്ടുണ്ട് ലക്ഷ്മണനായിട്ട്, അയാൾ തന്നെയാണ് ഇയാൾ. പണ്ടെങ്ങോ കണ്ടതോർത്ത് ഏതും തെളിഞ്ഞിടായാലും കവി ഇലഞ്ഞി മാമര കൊമ്പിൽ ചാടിയും കുതുകാകുലൻ. ഇലഞ്ഞി മാമരം, വലിയൊരു ഇലഞ്ഞി മരത്തിൻ്റെ കൊമ്പുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മതിച്ച് കുലുക്കി വനമൊട്ടാകെ കാട്ടിനാൻ തൻ പരാക്രമം. ഞാൻ ഇങ്ങനെ ഒരു വിരൂപി ഇവിടെ ഉണ്ട്, നിങ്ങളുടെ ക്രോധമൊക്കെ കയ്യിൽ വെച്ചാൽ മതി, എന്നിൽ വില പോവില്ല എന്നുള്ള നിലയ്ക്ക് വെല്ലുവിളിക്കുകയാണ്. ഉടൻ താൻ ഇരുകൈ കൊണ്ടും ചൊറിഞ്ഞങ്ങിങ്ങു നോക്കിയും. ഇല്ലേ, വാനരന്മാർക്ക് സ്വതസിദ്ധമായിട്ടൊരു രീതിയുണ്ട്. എന്താ, ഇരുകൈകളെ കൊണ്ടും ശരീരത്തിൽ അവിടെയും ഇവിടെയും മാന്തിക്കൊണ്ടിരിക്കും. ഉടൻ താൻ ഇരുകൈ കൊണ്ടും ചൊറിഞ്ഞങ്ങിങ്ങു നോക്കിയും വാൽ വളച്ചൊന്നു മുന്നോട്ട് കൊണ്ടുവന്നും കപീശ്വരൻ. വാല് പിന്നിലേക്കാ പോണ ചത്തറക്കല്ലേ, വാല് വളച്ച് മുന്നിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതൊരു നെഗറ്റിവിറ്റിയാണ്. ഇളിച്ചു കാട്ടിയും നെറ്റി ചുളിച്ചും ചില്ലിക്കോട്ടിയും. ചില്ലിക്കോട്ടുക എന്ന് പറഞ്ഞാൽ നാവ് പുറത്തേക്ക് ഇട്ടിട്ട് രണ്ട് ഭാഗം നക്കുക, കോട്ട്, അങ്ങനെയൊക്കെ. അതാണ് ചില ഗോഷ്ഠികൾ. മുഖം കൂർപ്പിച്ച ഒരേ മട്ടിൽ തുറിച്ചങ്ങിനെ നോക്കിയും. ആരനെ? ബലരാമനെ. സ്വതവേ തന്നെ ഹാസ്യത്തിൽ പ്രീതി പൂണ്ടവരാംഗികൾ. സ്ത്രീകൾക്ക് ഇതൊരു തമാശയായിട്ട് തോന്നി. സ്വതവേ തന്നെ ഹാസ്യത്തിൽ പ്രീതി പൂണ്ടവരാംഗികൾ കുരങ്ങൻ്റെ പല ഗോഷ്ഠി കണ്ട് രാമൻ്റെ പത്നികൾ. ബലരാമൻ്റെ പത്നികളാണ് അവർ. സന്തോഷമാർന്ന് മേൽപോട്ട് നോക്കി തമ്മിൽ ചിരിക്കവേ. ഈ മഹാഭാരത യുദ്ധത്തിനും ഒരു കാരണം പാഞ്ചാലിയും കൂട്ടും ചിരിച്ചു എന്നാണ്. ഇവിടെയും ഏകദേശം ദിവ്യതനെ വധിക്കാനുള്ള കാരണം ദിവ്യതൻ്റെ പരാക്രമം അസ്ഥാനത്തായിപ്പോയി. അപ്പോൾ സന്തോഷമാർന്ന് മേൽപോട്ട് നോക്കി തമ്മിൽ ചിരിക്കവേ കോപിച്ചു കൊമ്പൊടിച്ചിട്ടാൻ കവിവീരൻ അവർക്കുമേൽ. ആ സ്ത്രീകളുടെ മേലെ വലിയൊരു കൊമ്പ് ചവിട്ടിപ്പൊളിച്ച് അവരുടെ മേൽക്കിട്ടു. മുസലം കൊണ്ടുടൻ തട്ടിത്തെറിപ്പിച്ച് അസിതാംബരൻ. ബലരാമനുണ്ടോ കൊടുക്കും? അദ്ദേഹം നല്ല നീലപ്പട്ട് കൊടുക്കുന്ന ആളാണ്. വെളുത്ത ശരീരമല്ല, നീലപ്പട്ടാണ് കൊടുക്കുക. അപ്പോൾ പറഞ്ഞു, മുസലം കൊണ്ടുടൻ തട്ടിത്തെറിപ്പിച്ച സിതാംബരൻ എറിഞ്ഞാൻ ഉരുളം കല്ലൊന്നെടുത്ത് അതു കപീശ്വരൻ. കല്ലൊന്നെടുത്ത് കപീശ്വരൻ പിടിച്ചിളച്ചുടൻ. ഭഗവാൻ ബലരാമൻ ഒരു കല്ലെടുത്ത് എറിഞ്ഞു അയാളെ. അത് പിടിച്ചു അയാൾ. ആരെ? ദ്വിവിധൻ. എന്നിട്ട് പിടിച്ചിളിച്ചുടൻ കോപിച്ചമഞ്ഞ് അത്യന്ത ദുർമതൻ മതിരാകലശം തട്ടിയുടച്ചു പുതുപട്ടുകൾ പറിച്ചു കീറിനാൻ. ഈ വാരുണി മദ്യം വെച്ച കുടം തല്ലി പൊട്ടിച്ചു. എന്നിട്ടോ ഭഗവാന്റെ പട്ടുടയാടകളിൽ തെറിപ്പിച്ച് നശിപ്പിച്ചു. പറിച്ചു കീറിനാൻ എന്നാ പറഞ്ഞത്. വലിച്ചു പിടിച്ച് കീറി. തെല്ലും കൂട്ടാക്കിയിടാതെ രാമനെ അന്നേ വരെ അവൻ ചെയ്ത ജനദ്രോഹങ്ങളൊക്കെയും തിരുവള്ളത്തിൽ ഓർത്ത് ഏറെ കോപം പൂണ്ടു മഹാബലൻ. അരനിമിഷത്തിൽ ഭഗവാൻ ഇവൻ്റെ ജാതകം വായിച്ചു കഴിഞ്ഞു. കുണ്ടലിനി ശിരോലിഖിതം വായിച്ചു. ഓഹോ, ഇവൻ പണ്ട് എന്നെ ദ്രോഹിച്ചിട്ടുള്ള ആളാണ്, എന്നെ അനാദരിച്ചിട്ടുള്ളവനാണ് രാമായണ കാലത്ത്. ഇന്നാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടണത്. അന്ന് ഏട്ടൻ രാമൻ, ഇന്നിപ്പോൾ എൻ്റെ അനിയൻ കൃഷ്ണൻ അന്ന് എന്നെ സമ്മതിച്ചില്ല ഇവനെ. അപ്പോൾ ഇവന് ജാതകം കീറാറായിരുന്നു.
അപ്പോൾ പറഞ്ഞു, അന്നേ വരെ അവൻ ചെയ്ത ജനദ്രോഹങ്ങളൊക്കെയും തിരുവള്ളത്തിൽ ഓർത്ത് ഏറെ കോപം പൂണ്ടു മഹാബലൻ മുസലം കൊണ്ടടിച്ചാൻ തൻ മൂർധാവിൽ അജിതാഗ്രജൻ. അജിതൻ ജനിക്കാത്തവണ്ണം അർത്ഥം പറയണം. വിഷ്ണു, ഇവിടെ ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണൻ്റെ ഏട്ടനായിരിക്കുന്ന ബലരാമൻ കൊടുത്തു മുസലം കൊണ്ടൊരടി. മുസലം കൊണ്ടടിച്ചാൻ തൻ മൂർധാവിൽ അജിതാഗ്രജൻ. മഹാധീരൻ നിനമണിഞ്ഞ് എതിർത്തു പനയൊന്നുടൻ. ചോരങ്ങനെ ഒലിക്കലുണ്ടെങ്കിലും വീര്യത്തിനൊരു കുറവില്ല. അടുത്ത് നിൽക്കണൊരു പന എടുത്തിട്ടൊരു വീശി. മഹാധീരൻ നിനമണിഞ്ഞെതിർത്തു പനയൊന്നുടൻ പുഴയ്ക്ക് അതിനാൽ 100 മുറിച്ചാൻ ഉദയാതവൻ. ആ പനേനെ 100 കഷ്ണങ്ങളാക്കി മുറിച്ചു ബലരാമൻ. കൈ ചുരുട്ടി ഇടിച്ചിടാനൊരുമ്പെട്ടുക ഭീഷരൻ. കൈ ചുരുട്ടി ബലരാമപ്രവൃത്തികളെ ഒരു ഇടി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു. ആയുധങ്ങളുടൻ കൈവിട്ടതേ മട്ട് ഹസിതാംബരൻ. ഇടിക്കൈ രക്തം ഛർദ്ദിച്ചു ഇടിക്കേ. ഭഗവാൻ ആയുധങ്ങൾ വിട്ടിട്ട് തൻ്റെ കൈ കൊണ്ടൊരു ഇടി ഇടിച്ചു. ആരേനെ? ദ്വിവിധനെ. ഇടിക്കേ രക്തം ഛർദ്ദിച്ചു വീണു വാനരപുങ്കവൻ. അനന്തമൂർത്തിയെ കണ്ടുപോകിനാൻ ത്രിദശാലയം. അനന്തമൂർത്തിയെ കണ്ടുപോകിനാൻ ത്രിദശാലയം. ബലരാമസ്വാമിനെ കണ്ടുകൊണ്ട് നേരെ യമലോകത്തേക്ക് എത്തി. ജയാരവം വിണ്ണിൽ മുഴങ്ങി. കാരണം ഈ ദ്വിവിധൻ ഈ കംസനെ പോലെ ഒക്കെ പേര് കേട്ട ഒരു ആസുരീയ പ്രകൃതിയാണ്. ദേവന്മാർക്കൊക്കെ ഒരുപാട് വിദ്വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അയാൾക്ക് പിന്നെ ശ്രീ ബലരാമനാൽ മോക്ഷം കൊടുക്കപ്പെട്ടു അല്ലെങ്കിൽ വധിക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ ജയാരവം മിണ്ണിൽ മുഴങ്ങി. വൃന്ദാവനത്തിലോ പൂമഴയും തുടങ്ങി. നാടാകെ അന്നങ്ങിനെ നന്മ ചെയ്തതു നീലാംബരൻ. നീലപ്പട്ടുടുത്തിട്ടുള്ളവൻ നീലാംബരൻ പോകി നിജം നികേതം. സ്വന്തം ബംഗ്ലാവിലേക്ക് ദ്വാരകയിൽ എത്തി. ഇത് ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ ചതുഷ്ഷ്ട്യധികശതമസർഗഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കുറച്ച് സ്പീഡ് പോയോ? സാരമില്ല. ഇനി 165 സർഗം ലക്ഷ്മണ വിവാഹം. ദുര്യോധനൻ്റെ മകൾ ഉണ്ടൊരു പെൺകൊടി ലക്ഷ്മണ. ദുര്യോധനൻ്റെ മകൾ ഉണ്ട് ഒരു പെൺകൊടി ലക്ഷ്മണ. പേർ പോലെ തന്നെയാണെല്ലാ ലക്ഷണങ്ങളുമാർന്നവൻ. പണ്ടൊക്കെ സ്വഭാവ ഗുണത്തിനനുസരിച്ചിട്ടാണ് പേരിട്ടേരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നേരെ വിപരീതമാണ്. നല്ല പേരാവും, ആ പേരിന് അർദ്ധവിഘ്നം നടത്തുന്ന ആൾക്കാരാവും സ്വഭാവം. അപ്പോൾ പേർ പോലെ തന്നെയാണ് എല്ലാ ലക്ഷണങ്ങളും അറിഞ്ഞവൻ. യുവരാജാക്കൾ പലരും കൊതി പൂണ്ടു മൃഗാക്ഷിയിൽ. മാൻകണ്ണി മൃഗാക്ഷി എന്ന് പറഞ്ഞ അർത്ഥം പറയാം. മാൻകണ്ണിയിൽ താല്പര്യം കൊണ്ട് പല യുവരാജാക്കന്മാരും പോയി തോറ്റു പോന്നു കൊടുന്നു. യുവരാജാക്കൾ പലരും കൊതിപൂണ്ടു മൃഗാക്ഷിയിൽ സ്വയംവര സദസ്സിങ്കൽ മുമ്പിൽ ഇരിക്കവേ. എന്നെ കാണട്ടെ അവൾ ആദ്യം, എന്നെ കാണട്ടെ അവൾ. എൻ്റെ ബയോഡാറ്റ അവളുടെ സഖി പറഞ്ഞ് മനസ്സിലാക്കട്ടെ. വർണ്ണമാല്യമായിട്ട് എൻ്റെ കഴുത്തിൽ ഇരട്ടെ എന്നുള്ള ദുരഭിമാനത്തോട്, അല്ലെങ്കിൽ എന്താണെന്ന് പറയുക, മനസ്സിലിരിപ്പോട് കൂടിയിട്ട്. ഞാനൊന്നും പറയില്ല, ദുരഭിമാനെന്നോ ഒന്നും പറയേണ്ട നമ്മൾ. യുവരാജാക്കൾ പലരും കൊതി പൂണ്ടു മൃഗാക്ഷികൾ സ്വയംവര സദസ്സിങ്കൽ മുമ്പിലിരിക്കവേ. ഓമൽ കൈത്താരിൽ വർണ്ണമാലിമേന്തി വധൂമണി ഒരേ ലക്ഷ്യം എന്നുള്ളോർക്കകതാരിങ്കലെത്രയും. ഓരോരുത്തർക്കും അകതാരിൽ ഹൃദയം പിടിക്കണ കൂടി. ആരുടെ കഴുത്തിലിടുകയെന്ന് അറിയില്ലല്ലോ. ഭക്തന്മാർക്ക് ഇഷ്ടദൈവം പോലെ ഏകാഗ്രത വളർത്തിയും സഖി ചൊല്ലിവ തൊട്ടൊട്ട് കേട്ടും കൊണ്ടമ്പോടങ്ങനെ
അപ്പോൾ ഓരോ രാജാക്കന്മാരുടെ അടുത്തെത്തുമ്പോഴും സഖി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത് ഇയാളുടെ പേര് ഇന്നതാണ്, ഇന്ന നാട്ടിലെ രാജാവാണ്, ഇന്ന ആളുടെ മകനാണ്, ഇന്ന സൗകുമാര്യങ്ങളൊക്കെ രാജ്യങ്ങളാണെന്നൊക്കെ ബയോഡാറ്റ ഇങ്ങനെ അടിച്ചടിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭക്തന്മാർക്ക് ഇഷ്ടദൈവം പോൽ ഏകാഗ്രത വളർത്തിയും, അവിടെ ഒരു സതുപദേശ, ഭക്തന്മാർക്ക് ഏകാഗ്രത ഉണ്ടാവും, ഭക്തന്മാരല്ലാത്തവർക്കോ ഏകാഗ്രത കിട്ടില്ല. അപ്പോൾ ഭക്തി ഉണ്ടായാൽ പോരാ, ഏകാഗ്രത വേണം. ഭക്തന്മാർക്ക് ഇഷ്ടദൈവം പോൽ ഏകാഗ്രത വളർത്തിയും സഖി ചൊല്ലുവതൊട്ടൊട്ട് കേട്ടും കൊണ്ടമ്പോടിങ്ങനെ വരാങ്കി ആ സ്ത്രീരത്നം മെല്ലവേ പൊന്നിൻ ചിലമ്പൊട്ടു കിലുങ്ങവേ, തൻ്റെ കാലിലുള്ള പൊൻചിലമ്പൊക്കെ ഒന്ന് കിലുക്കി നരർക്കുള്ളം മതിപ്പിച്ചും മങ്ങിച്ചും കൊണ്ടും മാൻമിഴി. ഇവിടൊക്കെ കുറച്ചൊരു എന്താണെന്നാ പറയുക, മനസ്സിനൊരു വിഭാവന ശക്തി ഉണ്ടാവണം, എന്നാലിത് മനസ്സിലാവുള്ളൂ. നരർക്ക് ഉള്ളം മതിപ്പിച്ചും, ഇതാ വരുന്നുണ്ട്, എൻ്റെ കഴുത്തിലിടും, ഞാൻ സുന്ദരനാണ്, ഞാൻ കോമളനാണ്, ഞാൻ കേമനാണ് എന്നൊക്കെ തൻ്റെ ബയോഡാറ്റയിൽ സ്വയം അഹങ്കരിക്കുന്ന ആൾക്ക് മതിപ്പുണ്ടായി. മങ്ങിച്ചും തൻ്റെ സിംഹാസനത്തിന് മുമ്പെന്ന് അടുത്ത സിംഹാസനത്തിലേക്ക് പോയി കഴിഞ്ഞു. ഇനി പിന്നെ മനസ്സ് മങ്ങാതെ കണ്ട് എന്താ ചെയ്യുക, ചാൻസ് പോയി, പെട്ടെന്ന് കഴിഞ്ഞ്. ആൾക്കാരിങ്ങനെ 100 ആൾക്കാർ സിംഹാസനത്തിലിരിക്കല്ലേ. അപ്പോൾ നരർക്ക് ഉള്ളം മതിപ്പിച്ചും മങ്ങിച്ചും കൊണ്ടുമാൻമിഴി താരുണ്യലക്ഷ്മി പോൽ. താരുണ്യലക്ഷ്മി എന്ന് പറഞ്ഞാൽ ലക്ഷ്മി കുട്ടിയായിരുന്ന എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ യുവതിയായിരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ഭഗവാൻ വിഷ്ണുവിൻ്റെ ഭാര്യ ആവണേൻ്റെ മുമ്പ് പാലാഴിയിൽ നിന്നുള്ള വരവ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ലേ. അതാണ് ആ താരുണ്യലക്ഷ്മി പോൽ ആർക്ക് അത് അണഞ്ഞങ്ങനെ നീങ്ങവേ സർവേശ്വരൻ്റെ മകനാം ശ്രീകൃഷ്ണൻ്റെ മകനായിട്ടുള്ള സാമ്പൻ ജാമ്പവതി സുതൻ. ഇത് ഞാൻ ഇതിൻ്റെ മുമ്പൊരു പ്രാവശ്യം തെറ്റിച്ച് പറയണ്ടായി. ഞാൻ ഈ സാമ്പൻ അത് സത്യഭാമയുടെ മകനാണെന്നാണ് വിചാരിച്ചത്. അതെൻ്റെ ചേച്ചി തിരുത്തി തന്നൊരു പ്രാവശ്യം എനിക്ക്. അപ്പോൾ ഞാൻ ഇപ്പോൾ വളരെ അലർട്ടിലാണത്. പ്രൊഷയിലെ സാമ്പൻ ജാമ്പവതി സുതൻ കടന്നു ചെന്നു മാല്യം തൻ കഴുത്തിലിടുവിച്ചുടൻ. ആ കുട്ടിക്ക് ഇങ്ങോട്ട് ഇടേണ്ട യോഗം വന്നില്ല. നീച്ചു പോയി അവളുടെ കൈ പിടിച്ചു, അവളുടെ കയ്യിലുള്ള വരണമാലും ഇടിച്ചു, അവളുടെ കയ്യും പിടിച്ച് തേരിൽ കയറ്റി കൊണ്ടുപോയി. വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണത്. താരുണ്യലക്ഷ്മി പോലാർക്ക് അതണഞ്ഞങ്ങനെ നീങ്ങവേ താരുണ്യലക്ഷ്മി പോലാർക്ക് അതണഞ്ഞങ്ങനെ നീങ്ങവേ സർവേശ്വരൻ്റെ മകനാം സാമ്പൻ ജാമ്പവതി സുതൻ കടന്നു ചെന്നു മാണ്യം തൻ കഴുത്തിലേടുവിച്ചുടൻ പാണിഗ്രഹണവും കൈ പിടിച്ചു ചെയ്തു നടകൊണ്ടാൻ മഹാബലൻ കോപിച്ചു കൊണ്ടെഴുന്നേറ്റു ഗുരുപുങ്കവരെ വരും. കൗരവർ മുഴുവൻ യുദ്ധത്തിന് തയ്യാറായി. ഇത് ഈ മഹാഭാരത യുദ്ധം നടക്കണതിൻ്റെ മുമ്പത്തെ കഥയാണ്. കോപിച്ചു കൊണ്ടെഴുന്നേറ്റു പുരുപുങ്കവരെ വരും ചൊല്ലിനാർ ഇവൻ അത്യന്ത ധിക്കാരി വെറും അർഭകൻ. എനിക്കെന്നെ മനസ്സിലായില്ല അർത്ഥം, അത് എനിക്ക് തള്ളാൻ വയ്യ. അർഭകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഷയിൽ ഗോപപാലൻ എന്നുള്ള അർത്ഥമാണോ അറിയില്ല എനിക്ക്. ശാസിച്ച് അച്ഛൻ വളർത്തായവണ്ണം അവനീതനം. ഇവൻ്റെ അച്ഛൻ ഇവനെ തല്ലി വളർത്തിയിട്ടില്ല. അവനീതനാം, വിനീതനായില്ല, അവനീതനാം. എങ്ങനെ അയാൾ 16,008 കിട്ടിയ ആളല്ലേ, പിന്നെ എങ്ങനെ ഇപ്പോൾ എന്നൊക്കെ ആൾക്കാരെ കുശലം പറയാൻ തുടങ്ങി. നമുക്കു
സാധിവൻ വന്നു കന്യയെ കൊണ്ടുപോകുകയോ നമുക്ക് അസാധിവൻ നമ്മൾക്ക് ഓരോരുത്തർക്കും റൈറ്റ് ഉണ്ട് സ്വയംവരത്തിൽ പങ്കെടുക്കാൻ അല്ലേ. അപ്പം ആ കുട്ടി അല്ലല്ലോ ഇവൻ ബലം പ്രയോഗിച്ച് വർണ്ണമാല ഇടല്ലേ ചെയ്തത്. കന്യയെ കൊണ്ടുപോകുകയോ അത് ചെയ്തത് ശരിയല്ല. പാടില്ല, കെട്ടുവിൻ ചെന്നു വന്നുകൊള്ളട്ടെ വൃഷ്ണികൾ. ഒരു കാര്യം ചെയ്യാം, ഇവനെ വിടാൻ പാടില്ല, കെട്ടുവിൻ പിടിച്ച് കെട്ടടോ, ചെന്നു വന്നുകൊള്ളട്ടെ വിഷ്ണികൾ. കൗരവന്മാർക്കെഴും കയ്യൂക്ക് അറിഞ്ഞിട്ടില്ലതുവരെ. ഏത് കൗരവന്മാരുടെ കയ്യൂക്ക് ദ്വാരകാവാസികൾ അറിഞ്ഞിട്ടില്ല എന്നൊരു കാച്ചി. ആ കാച്ചൽ അവിടെ ഇരിക്കട്ടെ, അവിടെ നിർത്താം നമുക്ക്. അപ്പോൾ 667 ഭാഗം നമ്മൾക്ക് അടുത്ത പ്രാവശ്യം 667. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു.